നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ വണ്ടിയുടെ താക്കോലെടുത്ത് വലിച്ചെറിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എനിക്ക് മനസ്സമാധാനം തരില്ലെന്ന് ശപഥം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഗിരിയെ വെറുപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ ഗോപാൽജിയുടെ മകളുമായിട്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്? നീ എന്തിനാ മോളെ ആ താക്കോലെടുത്ത് വലിച്ചെറിഞ്ഞത്? അവളെ ചേച്ചിയുടെ മുഖത്തടിച്ചു. ആണോ മോളെ? ചേച്ചി അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ആ ശാലിനി ഈ വീടിന്റെ പടി കയറി വന്ന് ചേച്ചി ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണം. നോക്കി നിക്കണം, അല്ലാതെ ഗോപാൽജിയുടെ മോളോട് പ്രതികരിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അവൾ നിന്റെ മുഖത്തടിച്ച മറ്റേ കവളും കൂടെ കാണിച്ചു കൊടുക്കണം. അതിനുള്ള നിലയും വിലയൊക്കെ നിനക്കൊള്ളൂ. അമ്മായി സ്വന്തം കാര്യം മാത്രം പറഞ്ഞാ മതി. കാശുകാരി ചെകിട്ടത്തടിച്ചാലേ മറ്റേ കവളും കാണിച്ചു കൊടുക്കുന്ന ശീലം അമ്മായിക്കുണ്ടാവും. ഞങ്ങൾക്കതില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൽ മാത്രമേ തെറ്റ് കാണാൻ പറ്റുന്നുള്ളൂ. ശാലിനി ചേച്ചി തല്ലിയ തെറ്റല്ലേ? ചേച്ചി ഒരു പോലീസുകാരി കൂടിയാ. ഇവളുടെ വാക്ക് കേട്ട് ഗോപാൽജിയെ പോലുള്ള വലിയ ആൾക്കാരോട് കൊമ്പ് കോർക്കാൻ പോയാ നിന്റെ അവസ്ഥ വലിയ കഷ്ടത്തിലാവും. ഇവക്കേ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ബോധമില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഗിരിയുമായി അല്ലെങ്കിൽ തന്നെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിൽക്ക. ഇതിന്റെ കൂടെ ശാലിനിയുടെ പ്രശ്നം കൂടെ അവൻ അറിഞ്ഞ ഗിരി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുവാണെങ്കിലേ നീ ഗോപാൽജിയെ നേരിട്ട് കണ്ട് മാപ്പ് പറയുന്നത് നല്ലത്. ചേച്ചിയെ ശാലിനി അടിച്ചതിന് ചേച്ചി എന്തിനാ മാപ്പ് പറയുന്നേ? മഹിമേ, നീ അകത്ത് പോ. ചേച്ചി നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. മോളെ, ശാലിനി നിന്നെ തല്ലിയത് ശരിയല്ല. ഈ വീടിന്റെ പടി കടന്നൊന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയത് തെറ്റാണ്. ഇതിന്റെ പേരിൽ നീ ഗോപാൽജിയെയും ശാലിനിയെയും എതിർക്കാൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ മോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ. ശോഭന പറഞ്ഞതുപോലെ അവരത്ര നിസ്സാരക്കാരൊന്നുമല്ല. നാട്ടിൽ ഗോപാൽജി പറഞ്ഞാൽ എന്തും നടക്കും. മാധവനും നമുക്ക് നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി എടുത്ത് തലയെ വെക്കണോ? ഗോപാൽജിയോട് മാപ്പ് പറഞ്ഞ് പിന്മാറുന്നത് ഭീരുത്വമായിട്ട് തോന്നാം. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ സാഹചര്യത്തില് അതാ നമുക്ക് മുന്നിലെ ഏറ്റവും നല്ല മാർഗം. മോള് എന്ത് തീരുമാനം എടുത്താലും അമ്മാവും കൂടെ ഉണ്ടാവും. നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? നീ കൂടുതൽ സംസാരിച്ച അമ്മായിയായിട്ട് വഴക്കിലാവൂന്ന് കരുതിയാ നിന്നോട് അകത്തേക്ക് പോവാൻ ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് കരുതി ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചി എന്നോട് ദേഷ്യപ്പെടുന്നതില് എനിക്കൊരു കുഴപ്പമില്ല. ചേച്ചിക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ എന്നോട് ഈ കാണിക്കുന്ന ദേഷ്യം ബാക്കിയുള്ളവരോട് കാണിക്കണം. ശാലിനി ചേച്ചിയുടെ മുഖത്തടിച്ചപ്പോ ദേഷ്യം തോന്നിയില്ലേ? അപ്പൊ എന്താ പ്രതികരിക്കാഞ്ഞത്? ശാലിനിയും അവളുടെ അച്ഛനും എന്തും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? മോളെ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. നമുക്കൊന്നും അവരെ എതിർക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അവരുടെ തല്ല് വാങ്ങി മിണ്ടാ നടക്കണോ? ചേച്ചിയെ പോലുള്ള ആളുകൾ പ്രതികരിക്കാത്തോണ്ടാ ഇവർക്കൊക്കെ എന്തും ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത്. ചേച്ചി ഒരു പോലീസുകാരിയല്ലേ? യൂണിഫോം ഇട്ട് നിൽക്കുമ്പോഴല്ലേ അവള് ചേച്ചിയെ തല്ലിയത്. അച്ഛൻ ആ യൂണിഫോമിനെ എത്രമാത്രം ബഹുമാനിച്ചിരുന്നു ചേച്ചിക്ക് അറിയില്ലേ? ആ യൂണിഫോമിനെയാ ആ പെണ്ണ് അപമാനിച്ചത്. നീ പറയുന്ന പോലെയൊന്നും ഞാനപ്പൊ ചിന്തിച്ചില്ല മോളെ.
പ്രശ്നം കൂടുതൽ വഷളാകാതെ എങ്ങനെ ഒഴിഞ്ഞു മാറാന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് ചിലപ്പോ ഞാനൊരു ഭീരു ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കിങ്ങനെ പ്രതികരിക്കാനേ അറിയൂ. ഒരു കാര്യം ചോദിച്ചാ ചേച്ചി സത്യസന്ധമായ ഉത്തരം പറയോ? അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇതുപോലെ ശാലിനിയുടെ തല്ല് വാങ്ങി വരുമായിരുന്നോ? ഇല്ല, ചേച്ചി ഉറപ്പായും അവളോട് പ്രതികരിച്ചേനെ. അച്ഛൻ കൂടെയുള്ളവർക്കൊരു ധൈര്യമായിരുന്നു. പോലീസായും ഗൃഹനാഥനായും അച്ഛൻ വിജയിച്ചത് അവിടെയാ. ചേച്ചി കൂടെ നിൽക്കുമെന്നുള്ള ധൈര്യത്തില് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണോ ചേച്ചി ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്? ചേച്ചി വിശ്വസിച്ച് നാട്ടുകാർ അവരുടെ പ്രശ്നം സ്റ്റേഷനിൽ വന്ന് പറയോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോളെ, ഒരേ യൂണിഫോം ധരിച്ചെന്ന് കരുതി എനിക്കൊരിക്കലും അച്ഛനെ പോലെ ആവാൻ കഴിയില്ല എന്ന്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് എന്റേതായുള്ള വഴികളുണ്ട്. അത് ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷെ നിന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് എന്റെ ലക്ഷ്യം. അതെന്ത് വില കൊടുത്ത് ഞാൻ ചെയ്തിരിക്കും. നീ കുറെ കൂടി വലുതാവുമ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ആരുമായിട്ട് വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയിക്കോ. പക്ഷെ തൽക്കാലം നീ എനിക്ക് ചെറിയ കുട്ടിയാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് നടന്നാ മതി. വന്നു വന്ന് അവള് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയോ? ഇതിപ്പോ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും നമുക്ക് കേസ് എടുത്തൂടെ സാറേ? അതൊന്നും വേണ്ട സർ, എനിക്ക് പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാ മതി. നീ എന്തിനാ മഞ്ജു ഇങ്ങനെ പേടിച്ച് നടക്കുന്നേ? നിന്റെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെ വെറുതെ വിടരുത്. നിനക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല മിനിമോളെ. ശാലിനിയായിട്ട് ഉടക്കിയത് ഞാനല്ല, മഹിമയോ. ശാലിനി അതിന്റെ ദേഷ്യം മഹിമയോട് തീർത്താ അത് വലിയ പ്രശ്നമാവും. മഹിമ പഠിക്കുന്ന കുട്ടിയോ. ഇപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളൊന്നും അവളെ ബാധിക്കരുത്. സർ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തരണം. നീ മാധവൻ സാറിന്റെ മകളാ. ഇത്രയും പെട്ടെന്ന് മുട്ടുകുത്തരുത്. എനിക്ക് ആരെയും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്റെ അച്ഛൻ ധൈര്യമുള്ളൊരു പോലീസുകാരനായിരുന്നു എന്ന് കരുതി ഞാൻ അച്ഛനെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയാ ഈ യൂണിഫോം ധരിച്ചത്. അതുകൊണ്ട് എന്റെ കുടുംബത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനെനിക്ക് ചെയ്യേണ്ടി വരുന്ന പലതും ഈ യൂണിഫോമിന്റെ അന്തസ്സിന് ചേർന്നതായിരിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കുന്നില്ല. മോളതൊന്നും കാര്യാക്കണ്ട. എനിക്കറിയാം ഗോപാൽജിയോടും ശാലിനിയോടും മാപ്പ് പറയുന്നത് ഒരു പോലീസുകാരിക്ക് ചേർന്ന കാര്യമല്ലെന്ന്. പക്ഷെ ഞാൻ എന്റെ അച്ഛനെ പോലെ അല്ല. മോളെ, മാധവൻ മരിച്ചു. ഇപ്പൊ ആ കുടുംബത്തിലുള്ളത് മോളാണ്. അവരുടെ സുരക്ഷയ്ക്ക് തന്നെയാകണം നീ മുൻഗണന നൽകേണ്ടത്. ബാക്കിയുള്ളവർ പറയുന്നൊന്നും മോള് കാര്യാക്കാൻ നിൽക്കണ്ട. ഗോപാൽജിയെ പോലെ ഒരാളെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടില് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെറ്റ് അയാളുടെ മകളുടെ ഭാഗത്താണെങ്കിലും പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. ഞാൻ ഗോപാൽജിയെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിക്കാം. ഞാനും കൂടെ വരാം. ഒരു SI കൂടെ ഉള്ളപ്പോ പ്രശ്നം പരമാവധി രമ്യമായി തീർക്കാൻ അവർ ശ്രമിക്കും. താങ്ക് യു സർ. സർ, ഇത് ശാലിനിയുടെ വണ്ടിയുടെ താക്കോല. വണ്ടി ഇപ്പൊ എവിടെയാ? എന്റെ വീട്ടിലാ. നമുക്ക് ആ വണ്ടിയായിട്ട് പോകാം. അത് തിരിച്ചു കൊടുത്താ പ്രശ്നം അവസാനിക്കും. യെസ് സർ. SI സാറോ, വരൂ. ആഹാ, മോളും ഉണ്ടായിരുന്നു. വാ മോളെ. ഇരിക്കേ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്താ സാറേ ഈ വഴിക്ക്? ഗിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ്, പിന്നെ ഇന്നലെ
മഞ്ജുവിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ശാലിനി സാറിനോട് പറഞ്ഞു കാണാം. സാർ അത് വലിയ പ്രശ്നമാക്കരുത്. മഞ്ജുവിന്റെ അനീതിക്ക് ഒരബദ്ധം പറ്റിയതാ. ഞങ്ങളതിന് ക്ഷമ ചോദിക്കാനാ വന്നേ. മഹിമയ്ക്ക് എന്തിനോ ഏതിനോ എടുത്തു ചാടുന്ന ഒരു സ്വഭാവം. അതാ ആളും തരവും നോക്കാതെ ശാലിനിയായി തർക്കിക്കാൻ അവള് പോയത്. സാർ അതൊന്നും മനസ്സിൽ വെക്കരുത്. സാറിന്റെ കാറ് താഴെ എത്തിച്ചിട്ടുണ്ട്. അത് എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി ഇട്.